എന്താ പോകുന്നേ? ഒന്നുമില്ല, നിന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ നീ ഇവിടെ ഭയങ്കര ബിസി ആണല്ലോ. എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നെന്ന് വിചാരിച്ച് പോവാന്ന് കരുതി. ബിസിയോ? എന്താ ബിസി? എപ്പോഴുള്ള ജോലിയല്ലേ? അല്ല, ആരാ പെണ്ണ്? നീ എന്തിനാ അവളെ ടച്ച് ചെയ്യുന്നേ? ഹേയ്, ഷീസ് അവർ കമ്പനി മോഡൽ. കോസ്റ്റ്യൂം ശരിയാക്കിയത് അത്രേ ഉള്ളൂ. എന്തെന്നെയായാലും ഇതെന്റെ പ്രൊഫഷൻ അല്ലേ? ഫീൽ ചെയ്യില്ലേ? വാ, നമുക്ക് പുറത്ത് പോയി കൂളായിട്ട് ഒരു കോഫി കുടിക്കാം. ഈ സമയത്ത് എനിക്ക് കൂളായിട്ട് കോഫി കുടിക്കാൻ പറ്റില്ല. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോവാ. ഇവളത്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്താടി അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? എന്നാ മുഖമല്ലാണ്ടിരിക്കുന്നു, എന്താ കാര്യം? ആദ്യം ഹെയർ സെറ്റ് ചെയ്ത് കൊടുത്തു. പോട്ടെ, മുമ്പിലെ പെണ്ണല്ലേ, മുടി കെട്ട അറിയില്ല വിചാരിച്ച് ചെയ്ത് കൊടുക്കട്ടെ എന്ന് വെച്ചു. എന്നിട്ട് എന്റെ മുമ്പിൽ തന്നെ അവളുടെ ഡ്രസ്സ് വലിച്ചും താഴ്ത്തിയും സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കായിരുന്നു. ചോദിച്ചപ്പോ പറഞ്ഞു ഞാനൊരു ആഡ് ഫിലിം മേക്കർ ആണ്, ഇതൊക്കെ സാധാരണയാണെന്ന്. അതിനാണോ നീ എന്തിനാ അവിടേക്ക് പോകാൻ പോയത്? അത് അവനെ ഒന്ന് കാണുന്നു തോന്നി, അതുകൊണ്ട് പോയതാ. എന്നിട്ട് പോയപ്പോ അവൻ ഫോട്ടോഷൂട്ടിലായിരുന്നു. അതവന്റെ ജോബ് അല്ലേടി? നിന്നെ ഞാനിപ്പോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? അവനെ അവളുടെ ഇടുപ്പിൽ ഇങ്ങനെ വീണ വായിച്ചോണ്ടിരിക്കായിരുന്നു. അവളാണെങ്കിൽ നയാഗ്ര ഫോൾസ് പോലെ ഞെളിയുന്നുണ്ടായിരുന്നു. ഡാർലിംഗ്, ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ലാൻ എനിക്ക് തോന്നിയത്. കുറച്ച് വെയിറ്റ് ചെയ്, അവൻ ഡയറക്ടർ അല്ലേ, ലവ് ചെയ്യാൻ വേണ്ടി പുതിയ ആശയം കണ്ടുപിടിക്കുന്നതായിരിക്കും. നാളെ വാലന്റൈൻസ് ഡേ, അവൻ നാളെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്ക്. എന്താ അവളിഞ്ഞി വരാത്തെ? എടി, ഒന്ന് വേഗം വാ. ഇന്ന് ശിവ പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. ശരി, നോക്കാം. ഹായ് ശിവ. ഹായ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. വിഷ് യു ദ സെയിം. കം. Hey Shiva, happy Valentine's Day. Come. Come on. Hey, വിടുന്നേ. What happened? എല്ലാം കൊളാക്കി. ഹായ്, ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വെൽക്കം ടു ഹാപ്പി വാലന്റൈൻസ് ഡേ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് അത് ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്ലേ ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടം പാർട്ട്ണറെ അറിയിക്കുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ അവസരം കിട്ടുന്നു. എൻജോയ് ചെയ്യൂ എല്ലാവരും. ഈ നല്ല സമയത്ത് ഇവളെന്തിനാ ഇടയിൽ കയറി കൂടിയത്? അത് ആഡൊന്നും അല്ല സാർ, മാപ്പാ. അത് പോട്ടെ, എന്നെ എന്തിനാ വിളിച്ചത്? അന്ന് ഞാൻ നിനക്ക് തന്ന കോൺസെപ്റ്റ് എന്താണ്? നീ എടുത്തത് എന്താണ്? അറിഞ്ഞിട്ടാണോ എടുത്തത് അല്ലെങ്കിൽ വെളിവില്ലാതെ എടുത്തത്? കോൺസെപ്റ്റ് ഏതായാലും കാര്യത്തില് ക്രിയേറ്റീവ് ആണ് പ്രധാനമായിട്ടുള്ളത്. അതിനുവേണ്ടിയാണല്ലോ ഞാൻ വന്നത്. നന്നായിട്ട് വന്നത് നീ തന്നെ ഡിസൈഡ് ചെയ്തു. എന്താ സാറ് ഡിസൈഡ് ചെയ്തില്ലേ? ഞാനല്ലടോ, അവനാണ് ഡിസൈഡ് ചെയ്യാത്തത്. ഒന്ന് അടുത്ത് വരാവോ? അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിച്ചല്ലേ? ഓ, അതെന്നെ അടിച്ചോണ്ടൊന്നുമല്ല. ആ ഫോട്ടോസ് കണ്ടതിന് ശേഷം നമ്മുടെ MD കൊടുത്തൊരു മുട്ടം പണിയായിരുന്നു. നമ്മുടെ ബോസിന് പണിഷ്മെന്റ് അറിയില്ലേ? ആ കമ്പനി MD ടീച്ചറായിരുന്നു. തെറ്റിയതെന്ന് വെച്ചാൽ സാറിരുന്ന പണിഷ്മെന്റ് അറിയാലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഷോക്കാവുന്ന്. ഇത് സ്കൂൾ പരസ്യം പോലെയല്ല, ഇതേതോ ഒരു വൃത്തികെട്ട പരസ്യം പോലെ. സാറിന് ഇതിൽ വലിയ അനുഭവം ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങളോട് സ്കൂളിന്റെ ആഡ് ചെയ്യാൻ പറഞ്ഞ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് വൃത്തികെട്ട ഫോട്ടോസ് എടുക്കുന്നോ? കോണ്ടം വേണോ? ഫോട്ടോസ് മാറിപ്പോയി തോന്നുന്നു. തരൂ സാറേ. ഇക്കാലത്ത് സ്കൂൾ ആണെങ്കിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ കുട്ടികളെ അട്രാക്ട് ആവില്ലെന്നേ. നിങ്ങൾ എന്താ തിരക്കുന്നത്? ചെക്ക് ബുക്ക് ആണോ? ഇല്ല, അത് ഞാൻ ഇങ്ങനെ അതെ അല്ലെങ്കിൽ ഇങ്ങനെ ജെയിംസ് ബോണ്ട് പോലെ ഫോട്ടോ എടുക്കണോ? നിന്നെ വെടിവെച്ച് കൊല്ലുന്നു. ഷൂട്ട് ചെയ്യാനോ? സാറേ, നിങ്ങൾ ഹെഡ് മാസ്റ്റർ അല്ലേ? ഏത്തടാനോ അല്ലെങ്കിൽ ഓടാനോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? കണ്ണൊന്നും തിരക്കല്ലേ? എന്ത് ചെയ്ത കൊള്ളാം. സൂട്ടിട്ടിട്ട് ചെയ്ത കൊള്ളില്ലെന്ന് എവിടെയാണ്? അയ്യോ, ഇന്ന് ഡ്രയർ ഇടാൻ മറന്നുപോയി സാറേ. ഇപ്പൊ തന്നെ ഇട്ടേക്ക്. അയ്യോ, നിങ്ങളുടെ ചെട്ടി തരായിരുന്നു. ഇത് എന്താ ഭഗവാനെ, സ്കൂളില് അങ്ങനെ തന്നെ ഇരിക്കണം. അതാ കാര്യം. Hey ഷാരൂഖ്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ഏയ് സോറി വൈഷു, എനിക്ക് ഒരുപാട് വർക്കുണ്ട്. പ്ലീസ് ഷാരൂഖ്. ദൈവമേ, ഇവള് വിടുന്ന പാടില്ല. ശരി, ഇരിക്കേ. അല്ല, അലക്ക് എന്തിനാ ഫോൺ ചെയ്യുന്നേ? ഞാൻ വൈഷുവിന്റെ കൂടെ നിറഞ്ഞ അത്രേ ഉള്ളൂ. ഹലോ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഓഫീസിലാണ്. ഓ, ബിസി ആയിരിക്കും അല്ലേ? ഒരുപാട് ബിസിയാണ്. ഫോട്ടോഷൂട്ട് ചെയ്തോണ്ടിരിക്കുക.
ആ ശരി, എന്താ കാര്യം? നീ ഇപ്പൊ ഫ്രീ ആണെങ്കിൽ പുറത്തു പോവാലോന്ന് വിചാരിച്ച് ഒന്ന് ഫോൺ ചെയ്തതാണ്. നീ ആണെങ്കിൽ ബിസി ആണല്ലോ. ഓക്കെ ബൈ. ശ്ശോ. എന്റെ ദൈവമേ, നീ കാരണം ജീവിതത്തിൽ ഒരു നല്ല ചാൻസാ മിസ്സായത്. എന്ത് പറ്റി ഷാരൂഖ്? ഓ, ഇവളൊരു ഷാരൂഖും തേങ്ങ പോലെ. എന്ത് പറ്റി നിനക്ക് ഡള്ളായിട്ടിരിക്കുന്നു? ശിവയെ കുറിച്ചാടി. എന്ത് പറ്റി? അന്ന് അവളെ എന്തിനാ അങ്ങനെ ടച്ച് ചെയ്തെന്ന് ചോദിച്ചപ്പോ പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ അവളെ ബൈക്കിൽ കൂട്ടിക്കൊണ്ട് പോയപ്പോ എന്നോട് നോണ പറഞ്ഞു. എന്നോട് ആദ്യം എങ്ങനെയായിരുന്നോ ഇപ്പൊ അതുപോലെ അവളോട് അവൻ ചെയ്യുന്നത്. അതെയോ? ആദ്യമൊക്കെ ഞാൻ ആമ്പിള്ളേരെ വെറുത്തിരുന്നു. അതൊക്കെ മാറ്റി ഇഷ്ടപ്പെടുത്തിയത് അവനായിരുന്നു. പക്ഷെ ഇപ്പൊ അവന്റെ ബിഹേവിയർ കാണുമ്പോ എന്താ മനസ്സിലാക്കി എടുക്കേണ്ടത് എനിക്ക് ഒരു പിടിയുമില്ല. അവന് ശരിക്കും എന്നോട് പ്രേമം തന്നെയാണോ? നിങ്ങൾ പോയി തൊഴുതിട്ട് വരൂ. ശരി അച്ഛാ. ശരി. വാ. ചേട്ടാ, അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഒരേഴ് പ്രാവശ്യം കണ്ടിട്ട് വരാം. ആദ്യം പ്രദർശനം ചെയ്യാം. വാ. ഹേയ് ചേട്ടാ, അവിടെ നോക്ക്, ഹീറോ കേശവ് സാർ. ഒരേ ഒരു തവണ പോയി സംസാരിക്കാം പ്ലീസ് ചേട്ടാ. ശരി ശരി, ഞാൻ ആദ്യമേ സംസാരിക്കാം. ഞാൻ വിളിച്ചതിന് ശേഷം നീ വാ. അതുവരെ നീ പ്രദർശനം നിർത്തല്ലേ. അച്ഛനെ അറിഞ്ഞാലേ കാര്യം പോക്കാവട്ടോ. ശരി വാ. ഓക്കെ ഓക്കെ. എന്തായാലും നിങ്ങൾ നല്ല പേരും പ്രശസ്തിയും സമ്പാദിച്ചു. ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഷോട്ട് റെഡിയാണോ? സാർ ഒരു മിനിറ്റ് സാർ. ഹലോ സർ. ഹലോ ഹീറോ, ഹൗ ആർ യു? എന്നെയാണോ ഹീറോ എന്ന് പറയുന്നേ? പിന്നല്ലാതെ, സ്വന്തം പെണ്ണിന് വേണ്ടിയിട്ട് അത്രയും വലിയ ഫൈറ്റ് ഒക്കെ ചെയ്ത ആള് പിന്നെ എങ്ങനെ ഹീറോ ആകാതിരിക്കും? അതിന് പറഞ്ഞാണോ? അല്ല, നീ തനിച്ചാണോ വന്നത് അതോ? സാർ, ആ കാര്യം എന്റെ മനസ്സിലുള്ളത്. ഞാനിപ്പോ എന്റെ ഫാമിലിയോടൊപ്പം വന്നിരിക്കുകയാണ്. മോളെ, ചേട്ടനെവിടെ? അത് അച്ഛാ, ചേട്ടൻ അവിടെ ഷൂട്ടിങ്ങില്. നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറ. അച്ഛാ, കേശവ് സർ. അവന്റെ അടുത്ത് നിനക്ക് എന്താടാ പണി? അച്ഛാ, ഇദ്ദേഹത്തിന് ആരാന്നാ വിചാരിച്ചേ? സിനിമയിലെ വലിയ ഹീറോയാണ്. ഇയാൾ എല്ലാവർക്കും ഹീറോ ആയിരിക്കാം, പക്ഷെ എനിക്ക് വില്ലനാണ്. വാടാ. അച്ഛാ. അമ്പലത്തിൽ കൊണ്ട് സമാധാനമില്ല.